പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ 2 സഹോദരിമാരോട് പറഞ്ഞ ഒരു വാക്കാണ്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഒരു മഹത്വം കാണത്തക്ക നിലയിലുള്ളൊരു വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? അതോ മഹത്വത്തെക്കാൾ ഉപരിയായി നിങ്ങളുടെ വിശ്വാസം നിരാശയിലേക്കാണോ ഇപ്പോൾ നിങ്ങളെ നയിക്കുന്നത്? അനേകർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അത് ദൈവവിശ്വാസമല്ല. എന്നാൽ ദൈവവിശ്വാസത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മഹത്വമാണ്. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തൻ്റെ ജനത്തിന് കൊടുക്കുന്ന യേശു കർത്താവിൻ്റെ ആ മഹത്വം ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. 2 സഹോദരിമാരുടെ വളരെ സ്നേഹമുള്ള സഹോദരൻ മരിച്ചുപോയി. യേശു സ്നേഹിച്ച ഒരു നല്ല കുടുംബമായിരുന്നു ലാസറിന്റെ കുടുംബം. എന്നാൽ ആ കുടുംബത്തിൽ ലാസർ രോഗിയായി കിടന്നപ്പോൾ യേശു അവിടെ വന്നില്ല. ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ യേശു ആ ഭവനത്തിലേക്ക് വന്നു, അവരെ കണ്ടു, ദുഃഖം പ്രദർശിപ്പിച്ചു. അതിനുശേഷം യേശു പറഞ്ഞ ഒരു വാക്കാണ് സഹോദരിമാരോട്, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില മഹത്വകരമായ കാര്യങ്ങൾ കാണണമെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടൊരു കാര്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സ്തോത്രം. കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ളുകൊണ്ട് വിശ്വസിക്കുക, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസവും, ആ ദൈവത്താൽ മാത്രമേ എൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാ യേശു സഹോദരിമാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് പലതും അസാധ്യമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ സഹോദരൻ മരിച്ച ഒരു അനുഭവമാണ്. കാരണം ഈ മരിച്ചുപോയ സഹോദരനെ ഇനി കൊണ്ടുവരാൻ കഴിയത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ യേശു അവിടെ ആ വിശ്വാസത്തെ ഒന്ന് മാറ്റാനായിട്ട് യേശു അവരോട് കൽപ്പിക്കുക. എങ്ങനെയാ മാറ്റേണ്ടത്? നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിങ്കലുള്ള ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു ദൈവിക മഹത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റുവാൻ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ശ്രമിച്ചാൽ, നിങ്ങൾ ഇന്ന് വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ ഉണ്ടല്ലോ, ആ വിശ്വാസങ്ങളെ ഒന്ന് മാറ്റി ദൈവമഹത്വത്തിന് കാരണമാകുന്ന വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടാൽ, നിങ്ങൾ അവിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. കാരണം സഹോദരിമാർ വിശ്വസിച്ചിരുന്നത് ഇനിയും ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല എന്ന്. എന്നാൽ കർത്താവിന്റെ വാക്ക് കേട്ട് അവർ വിശ്വാസം അർപ്പിച്ചപ്പോൾ അവർ കണ്ടത് നഷ്ടപ്പെട്ട സഹോദരൻ, കല്ലറയിൽ അടക്കം വെച്ച സഹോദരൻ, നാറ്റം വെച്ചതായ സഹോദരൻ, അതേ യേശുവിന്റെ വാക്കിനാൽ തിരിച്ചു വരുന്നതാണ് കണ്ടതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക എങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ നിറവേറും. നിങ്ങൾ അസാധ്യമെന്ന് കരുതിയിരിക്കുന്ന പലതും ഇന്ന് പകൽക്കാലം നടക്കാൻ പോകുക. എന്റെ കർത്താവിൽ വിശ്വസിക്കരുത്. നിങ്ങൾ ആ കർത്താവിനെ നിങ്ങളൊന്ന് അധികമായി സ്നേഹിര്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിര്. നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മാറ്റം നൽകും. നിങ്ങളുടെ വേദനയ്ക്ക് ദൈവം ആശ്വാസം നൽകും. നിങ്ങളുടെ പ്രതികൂലത്തെ ദൈവം മാറ്റി നൽകുന്ന ദൈവമാണ്. ഉറപ്പുണ്ടോ? ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് നിങ്ങൾക്കൊരു മഹത്വം നൽകുവാൻ സാധിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം അതേ ദൂതി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങളുടെ മുൻപിൽ പല വഴികളും അടയപ്പെട്ടിരിക്കുക. നിരാശയിൽ നിന്ന് നിങ്ങൾ നിരാശയിലേക്ക് പോവുക. നിങ്ങൾക്ക് ഒരു നിലയിൽ കരയേറാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. പക്ഷേ ആ നിരാശയൊന്ന് വിട്ടിട്ട് എൻ്റെ കർത്താവിലൊന്ന് വിശ്വസിച്ചാണ് ക്രൂശിൽ തീരുമെന്നാണ് അനേകർ ചിന്തിച്ചത് കർത്താവിനെ കുറിച്ച്. പക്ഷേ ക്രൂശിലോ
കല്ലറയിലോ ഒതുക്കാൻ പറ്റിയതല്ല എൻ്റെ കർത്താവ്. കാരണം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാ കർത്താവ്. ആ കർത്താവ് പറയുന്നു, പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. സഹോദരങ്ങളെ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രത്യാശയും ഉയർപ്പിലേക്ക് എത്തും. നിങ്ങളുടെ നിരാശ ഉയർപ്പിലേക്ക് എത്തും. നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറും. നിങ്ങളുടെ മുൻപിലുള്ള അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോ? യേശു പറഞ്ഞ വാക്ക്, മാർത്തയെ മറിയേ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നിങ്ങളുടെ അവിശ്വാസത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ കാര്യങ്ങൾക്ക് മുൻപോട്ട് ഇറങ്ങുക. നിങ്ങൾ ദൈവമഹത്വം കാണും. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ പ്രതികൂലങ്ങളൊക്കെ മാറി നിങ്ങൾ കാണും. നിങ്ങളുടെ രോഗം ദൈവം മാറ്റി നൽകും. നിങ്ങളുടെ കടഭാരം ദൈവം മാറ്റി നൽകും. നിങ്ങളുടെ പാപ സ്വഭാവങ്ങൾ യേശു മാറ്റിത്തരും. നിങ്ങളുടെ മദ്യപാനം യേശു മാറ്റും. നിങ്ങളുടെ മോശമായ വഴികളെ യേശു മാറ്റിത്തരും. നിങ്ങളുടെ കുടുംബത്തിലെ അസമാധാനം മാറ്റി യേശു സമാധാനം നൽകും. യേശു സമാധാനത്തിന്റെ ദൈവമാണ്. ഈ കർത്താവിൽ വിശ്വസിക്കുക. ദൈവമഹത്വം കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.